റൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം. നവോമിക്ക് തന്റെ ഭർത്താവായ എലീമേലെക്കിന്റെ കുടുംബത്തിൽ മഹാധനവാനായ ഒരു ചാർച്ചക്കാരനുണ്ടായിരുന്നു. അവന് ബോവസ് എന്നു പേർ. എന്നാൽ മോവാബി സ്ത്രീയായ രൂത്ത് നവോമിയോട്, ഞാൻ വയലിൽ ചെന്ന് എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ചു കതിർ പെറുക്കട്ടെ എന്ന് ചോദിച്ചു. പൊയ്ക്കൊള്ളുക മകളെ എന്ന് അവൾ അവളോട് പറഞ്ഞു. അങ്ങനെ അവൾ പോയി വയലിൽ കൊയ്ത്തുകാരുടെ പിന്നാലെ ചെന്നു പെറുക്കി. ഭാഗ്യവശാൽ അവൾ എലീമേലെക്കിന്റെ കുടുംബക്കാരനായ ബോവസിനുള്ള വയലിലായിരുന്നു ചെന്നത്. അപ്പോൾ ഇതാ, ബോവസ് ബെത്ലഹേമിൽ നിന്ന് വരുന്നു. അവൻ കൊയ്ത്തുകാരോട്, യഹോവ നിങ്ങളോടുകൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. യഹോവ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ അവനോടും പറഞ്ഞു. കൊയ്ത്തുകാരുടെ മേലാളായ വൃദ്ധനോട്, ഈ യുവതി ഏത് എന്ന് ബോവസ് ചോദിച്ചു. കൊയ്ത്തുകാരുടെ മേലാളിയായ വൃത്യൻ, ഇവൾ മോവാബ് ദേശത്തുനിന്ന് നവോമിയോടുകൂടെ വന്ന മോവാബ്യ യുവതിയാകുന്നു. ഞാൻ കൊയ്ത്തുകാരുടെ പിന്നാലെ കറ്റകളുടെ ഇടയിൽ പെറുക്കിക്കൊള്ളട്ടെ എന്നവൾ ചോദിച്ചു. അങ്ങനെ അവൾ കാലത്ത് വന്ന് ഇതുവരെ പെറുക്കിക്കൊണ്ടിരിക്കുന്നു. വീട്ടിൽ അല്പനേരമേ താമസിച്ചുള്ളൂ എന്നുത്തരം പറഞ്ഞു. ബോവസ് രൂത്തിനോട്, കേട്ടോ മകളെ, പെറുക്കുവാൻ വേറൊരു വയലിൽ പോകേണ്ട, ഇവിടം വിടുകയും വേണ്ട. ഇവിടെ എൻ്റെ ബാല്യക്കാലത്തുകളോട് ചേർന്ന് കൊള്ളുക. അവർ കൊയ്യുന്ന നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അവരുടെ പിന്നാലെ പൊയ്ക്കൊള്ളുക. ബാല്യക്കാർ നിന്നെ തൊടരുതെന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. നിനക്ക് ദാഹിക്കുമ്പോൾ പാത്രങ്ങൾക്കരികെ ചെന്ന് ബാല്യക്കാർ കോരി വെച്ചതിൽ നിന്ന് കുടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. എന്നാറെ അവൾ സാഷ്ടാംഗം വീണ് അവനോട്, ഞാൻ അന്യദേശക്കാരത്തി ആയിരിക്കെ നീ എന്നെ വിചാരിപ്പാൻ തക്കവണ്ണം നിനക്കെന്നോട് ദയ തോന്നിയത് എങ്ങനെ എന്ന് പറഞ്ഞു. ബോവസ് അവളോട്, നിന്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മാവിയമ്മയ്ക്ക് നീ ചെയ്തിരിക്കുന്നതും നിന്റെ അപ്പനെയും അമ്മയും സ്വദേശത്തെയും വിട്ട് മുമ്പേ അറിയാത്ത ജനത്തിന്റെ അടുക്കൽ വന്നിരിക്കുന്നതുമായ വിവരമൊക്കെയും ഞാൻ കേട്ടിരിക്കുന്നു. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്നുത്തരം പറഞ്ഞു. അതിനവൾ, യജമാനനെ, ഞാൻ നിന്റെ ദാസ്യമാരിൽ ഒരുത്തിയെപ്പോലെയല്ല എന്ന് വരികിലും നീ എന്നെ ആശ്വസിപ്പിക്കുകയും അടിയനോട് ദയവായി സംസാരിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം എന്നോട് നിനക്ക് കൃപ തോന്നിയല്ലോ എന്ന് പറഞ്ഞു. ഭക്ഷണ സമയത്ത് ബോവസ് അവളോട്, ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുക, കഷണം ചാറ്റിൽ മുക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ കൊയ്ത്തുകാരുടെ അരികെയിരുന്നു. അവൻ അവൾക്ക് മലർ കൊടുത്തു. അവൾ തിന്ന് തൃപ്തിയായി ശേഷിപ്പിക്കുകയും ചെയ്തു. അവൾ പെറുക്കുവാൻ എഴുന്നേറ്റപ്പോൾ ബോവസ് തൻ്റെ ബാല്യക്കാരോട്, അവൾ കറ്റകൾക്കിടയിൽ തന്നെ പെറുക്കിക്കൊള്ളട്ടെ, അവളെ ഉപദ്രവിക്കരുത്. പെറുക്കേണ്ടതിന് അവൾക്കായിട്ട് കറ്റകളിൽ നിന്ന് വലിച്ചിട്ടേക്കണം, അവളെ ശകാരിക്കരുത് എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ അവൾ വൈകുന്നേരം വരെ പെറുക്കിയത് മെതിച്ചപ്പോൾ ഏകദേശം 1 പറ യവമുണ്ടായിരുന്നു. അവൾ അത് എടുത്തും കൊണ്ട് പട്ടണത്തിലേക്ക് പോയി. അവൾ പെറുക്കി കൊണ്ടുവന്നത് അമ്മാവിയമ്മ കണ്ടു. താൻ തിന്ന് ശേഷിപ്പിച്ചിരിക്കുന്നതും അവൾ എടുത്ത് അവൾക്ക് കൊടുത്തു. അമ്മാവിയമ്മ അവളോട്, നീ ഇന്ന് എവിടെയായിരുന്നു പെറുക്കിയത്? എവിടെയായിരുന്നു വേല ചെയ്തത്? നിന്നോട് ആദരവ് കാണിച്ചവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞു. താൻ ഇന്നയാളുടെ അടുക്കലായിരുന്നു വേല ചെയ്തത് എന്നവൾ അമ്മാവിയമ്മയോട് അറിയിച്ചു. ബോവസ് എന്നൊരു ആളുടെ അടുക്കലായിരുന്നു ഞാൻ ഇന്ന് വേല ചെയ്തത് എന്ന് പറഞ്ഞു. നവോമി മരുമകളോട്, ജീവനുള്ളവരോടും മരിച്ചവരോടും ദയവിടാതിരിക്കുന്ന യഹോവയാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞു. അയാൾ നമുക്ക് അടുത്ത ചാർച്ചക്കാരനും നമ്മുടെ വീണ്ടെടുപ്പുകാരിൽ ഒരുത്തനുമാകുന്നു എന്നും നവോമി അവളോട് പറഞ്ഞു. എൻ്റെ ബാല്യക്കാർ കൊയ്ത്തെല്ലാം തീർക്കുവോളം അവരോട് ചേർന്നിരിക്കുക എന്നുകൂടെ അവൻ എന്നോട് പറഞ്ഞു എന്ന് മോവാബി സ്ത്രീയായ രൂത്ത് പറഞ്ഞു. നവോമി തൻ്റെ മരുമകളായ രൂത്തിനോട്, മകളെ, വേറൊരു വയലിൽ വെച്ച് ആരും നിന്നെ ഉപദ്രവിക്കാതിരിക്കേണ്ടതിന് നീ അവൻ്റെ ബാല്യക്കാരത്തികളോടുകൂടെ തന്നെ പോകുന്നത് നന്ന് എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ യവക്കൊയ്ത്തും കോതമ്പ് കൊയ്ത്തും തീരുവോളം പെറുക്കുവാൻ ബോവസിൻ്റെ ബാല്യക്കാരത്തികളോട് ചേർന്നിരിക്കുകയും അമ്മാവിയമ്മയോടുകൂടെ പാർക്കുകയും ചെയ്തു. ഉത്തമഗീതം 5-ാം അധ്യായം. എൻ്റെ സഹോദരി, എൻ്റെ കാന്തേ, ഞാൻ എൻ്റെ തോട്ടത്തിൽ വന്നിരിക്കുന്നു. ഞാൻ എൻ്റെ മൂറും സുഗന്ധവർഗവും പെറുക്കി. ഞാൻ എൻ്റെ തേൻകട്ട തേനോടുകൂടെ തിന്ന് എൻ്റെ വീഞ്ഞു പാലോടുകൂടെ കുടിച്ചുമിരിക്കുന്നു. സ്നേഹിതന്മാരെ തിന്നുവിൻ, പ്രിയരെ കുടിച്ചു മത്തരാകുവിൻ. ഞാൻ ഉറങ്ങുന്നു എങ്കിലും എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. വാതിൽക്കൽ മുട്ടുന്ന എൻ്റെ പ്രിയൻ്റെ സ്വരം, എൻ്റെ സഹോദരി, എൻ്റെ പ്രിയേ, എൻ്റെ പ്രാവേ, എൻ്റെ നിഷ്കളങ്കേ, തുറക്കുക. എൻ്റെ ശിരസ് മഞ്ഞുകൊണ്ടും കുറുനരികൾ രാത്രിയിൽ പെയ്യുന്ന തുള്ളികൊണ്ടും നനഞ്ഞിരിക്കുന്നു. എൻ്റെ അങ്കി ഞാൻ ഊരിയിരിക്കുന്നു, അത് വീണ്ടും ധരിക്കുന്നതെങ്ങനെ? ഞാൻ കാലുകളെ കഴുകിയിരിക്കുന്നു,
അവയെ മലിനമാക്കുന്നതെങ്ങനെ? എൻ്റെ പ്രിയൻ ദ്വാരത്തിൽ കൂടി കൈനീട്ടി. എൻ്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകിപ്പോയി. എൻ്റെ പ്രിയന് തുറക്കേണ്ടതിന് ഞാൻ എഴുന്നേറ്റു. എൻ്റെ കൈ മൂറും എൻ്റെ വിരൽ മൂറിൻ തൈലവും തഴുതുപിടികളിന്മേൽ പൊഴിച്ചു. ഞാൻ എൻ്റെ പ്രിയനു വേണ്ടി തുറന്ന് എൻ്റെ പ്രിയനോ പോയിക്കളഞ്ഞിരുന്നു. അവൻ സംസാരിച്ചപ്പോൾ ഞാൻ വിവശയായിരുന്നു. ഞാൻ അന്വേഷിച്ചു, അവനെ കണ്ടില്ല. ഞാൻ അവനെ വിളിച്ചു, അവൻ ഉത്തരം പറഞ്ഞില്ല. നഗരത്തിൻ ചുറ്റി സഞ്ചരിക്കുന്ന കാവൽക്കാർ എന്നെ കണ്ടു. അവർ എന്നെ അടിച്ചു, മുറിവേൽപ്പിച്ചു. മതിൽ കാവൽക്കാർ എൻ്റെ മൂടുപടം എടുത്തുകളഞ്ഞു. യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എൻ്റെ പ്രിയനെ കണ്ടെങ്കിൽ ഞാൻ പ്രേമപരവശയായിരിക്കുന്നുവെന്ന് അവനോട് അറിയിക്കണം എന്ന് ഞാൻ നിങ്ങളോട് ആണയിടുന്നു. സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവേ, നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്തു വിശേഷതയുള്ളൂ? നീ ഇങ്ങനെ ഞങ്ങളോട് ആണയിടേണ്ടതിന് നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്തു വിശേഷതയുള്ളൂ? എൻ്റെ പ്രിയൻ വെണ്മയും ചുവപ്പും ഉള്ളവൻ, 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ. അവൻ്റെ ശിരസ് അതിവിശേഷമായ തങ്കം, അവൻ്റെ കുറുനിരകൾ ചുരുണ്ടും കാക്കയെ പോലെ കറുത്തുമിരിക്കുന്നു. അവൻ്റെ കണ്ണ് നീർത്തോടുകളുടെ അരികത്തുള്ള പ്രാവുകൾക്ക് തുല്യം. അത് പാലുകൊണ്ട് കഴുകിയതും ചേർച്ചയായി പതിച്ചതുമാകുന്നു. അവൻ്റെ കവിൾ സുഗന്ധസസ്യങ്ങളുടെ തടവും നറുന്തൈകളുടെ വാരവും. അവൻ്റെ അധരം താമരപ്പൂവം പോലെ ഇരിക്കുന്നു. അത് മൂറിൻ തൈലം പൊഴിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ്റെ കൈകൾ ഗോമേതകം പതിച്ചിരിക്കുന്നു. സ്വർണ്ണനാളങ്ങൾ. അവൻ്റെ ഉദരം നീലരക്തം പതിച്ച ദന്തനിർമ്മിതം. അവൻ്റെ തുട തങ്കച്ചുവട്ടിൽ നിർത്തിയ വെൺകൽ തൂൺ. അവൻ്റെ രൂപം ലബാനോനെ പോലെ ദേവദാരു പോലെ തന്നെ ഉത്കൃഷ്ടമാകുന്നു. അവൻ്റെ വായ് ഏറ്റവും മധുരമുള്ളത്. അവൻ സർവാംഗ സുന്ദരൻ തന്നെ. യെരൂശലേം പുത്രിമാരെ, ഇവനത്രേ എൻ്റെ പ്രിയനൻ, ഇവനത്രേ എൻ്റെ സ്നേഹിതൻ. ഗലാത്യലേഖനം 4-ാം അധ്യായം. അവകാശി സർവത്തിനും യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗ്രഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ എന്ന് ഞാൻ പറയുന്നു. അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങളിൽ കീഴ് അടിമപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിൻ കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. അവൻ ന്യായപ്രമാണത്തിൻ കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങി നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. നിങ്ങൾ മക്കൾ ആകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനരും ദരിദ്രരുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നതെങ്ങനെ? നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്ന് ഞാൻ ഭയപ്പെടുന്നു. സഹോദരന്മാരെ, ഞാൻ നിങ്ങളെപ്പോലെ ആകിയാൽ നിങ്ങളും എന്നെപ്പോലെ ആകുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങൾ എന്നോട് ഒരന്യായവും ചെയ്തിട്ടില്ല. ഞാൻ ശരീരത്തിലെ ബലഹീനത നിമിത്തം ഒന്നാമത് നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ സംഗതി വന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എൻ്റെ ശരീരസംബന്ധമായി നിങ്ങൾക്കുണ്ടായ പരീക്ഷ നിമിത്തം നിങ്ങൾ നിന്നയോ വെറുപ്പോ കാണിക്കാതെ ദൈവദൂതനെ പോലെ ക്രിസ്തുയേശുവിനെ പോലെ എന്നെ കൈക്കൊള്ളുകയത്രേ ചെയ്തത്. നിങ്ങളുടെ ഭാഗ്യ പ്രശംസ എവിടെ? കഴിയുമെങ്കിൽ നിങ്ങളുടെ കണ്ണ് ചൂന്നെടുത്ത് എനിക്ക് തരുമായിരുന്നു എന്നതിന് ഞാൻ സാക്ഷി. അങ്ങനെ ഇരിക്കെ നിങ്ങളോട് സത്യം പറയുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ശത്രുവായി പോയോ? അവർ നിങ്ങളെക്കുറിച്ച് എരിവ് കാണിക്കുന്നത് ഗുണത്തിനായിട്ടല്ല, നിങ്ങളും അവരെക്കുറിച്ച് എരിവ് കാണിക്കേണ്ടതിന് അവർ നിങ്ങളെ പുറത്തിട്ട് അടച്ചുകളയുവാൻ ഇച്ഛിക്കത്രേ ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ മാത്രമല്ല, എല്ലായ്പ്പോഴും നല്ല കാര്യത്തിൽ എരിവ് കാണിക്കുന്നത് നന്ന്. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവ വേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ, ഇന്ന് നിങ്ങളുടെ അടുക്കൽ ഇരുന്ന് എൻ്റെ ശബ്ദം മാറ്റുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഞാൻ നിങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നു. ന്യായപ്രമാണത്തിന് കീഴിരിപ്പാൻ ഇച്ഛിക്കുന്നവരെ, നിങ്ങൾ ന്യായപ്രമാണം കേൾക്കുന്നില്ലയോ? എന്നോട് പറവിൻ. അബ്രഹാമിന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. ഒരുവൻ ദാസി പ്രസവിച്ചവൻ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദാസിയുടെ മകൻ ജഡപ്രകാരവും
സ്വതന്ത്രയുടെ മകനും വാഗ്ദത്വത്താലും ജനിച്ചിരിക്കുന്നു. ഇത് സദൃശമാകുന്നു. ഈ സ്ത്രീകൾ 2 നിയമങ്ങളത്രേ. ഒന്ന് സീനായി മലയിൽ നിന്നുണ്ടായി അടിമകളെ പ്രസവിക്കുന്നു. അത് ഹാഗർ. ഹാഗർ എന്നത് അറബി ദേശത്ത് സീനായി മലയെ കുറിക്കുന്നു. അത് ഇപ്പോഴത്തെ യെരുശലേമിനോട് ഒക്കുന്നു. അത് തൻ്റെ മക്കളോട് കൂടെ അടിമയിലല്ലോ ഇരിക്കുന്നത്. മീതെയുള്ള യെരുശലേമോ സ്വതന്ത്രയാകുന്നു. അവൾ തന്നെ നമ്മുടെ അമ്മ. പ്രസവിക്കാത്ത മച്ചിയെ ആനന്ദിക്കാം. നോവ് കിട്ടാത്തവളെ പൊട്ടിയാർക്കുക. ഏകാകിനിയുടെ മക്കൾ ഭർത്താവുള്ളവളുടെ മക്കളെക്കാൾ അധികം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ സഹോദരന്മാരെ ഇസഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കൾ ആകുന്നു. എന്നാൽ അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. തിരുവെഴുത്തോ എന്തു പറയുന്നു? ദാസിയെയും മകനെയും പുറത്താക്കി കളക. ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോട് കൂടെ അവകാശിയാകയില്ല. അങ്ങനെ സഹോദരന്മാരെ, നാം ദാസിയുടെ മക്കളല്ല, സ്വതന്ത്രയുടെ മക്കളത്രേ.